ക്രിസ്മസ് അവധി ഒഴിവാക്കി ജീവനക്കാർ എത്തണമെന്ന നിർദ്ദേശം ലോക് ഭവൻ മയപ്പെടുത്തിയെന്ന വാർത്ത വിവാദം അനാവശ്യമാണെന്നും ആരോടും ഇതിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ലോക് ഭവൻ വിശദീകരിക്കുന്നു. തിരുവനന്തപുരം കവടിയാർ ലോക് ഭവനിൽ നിന്ന് റിനു ശ്രീധർ തത്സമയം ചേരുന്നു. റിനു, ഹാപ്പി ക്രിസ്മസ്. എന്താണ് വിവാദങ്ങൾ മയപ്പെടുത്താൻ തീരുമാനിച്ചിട്ടാണോ ഈ പ്രസ്താവന വന്നിരിക്കുന്നത്? ഹാപ്പി ക്രിസ്മസ് SKN. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ലോക് ഭവൻ കൺട്രോളർ അത്തരത്തിലുള്ളൊരു ഉത്തരവ് ഇറക്കിയത്. നമുക്കറിയാം, UP-യിലടക്കം ക്രിസ്മസ് ദിനം മാറ്റി നിർത്തിക്കൊണ്ട് സ്കൂളുകൾക്കടക്കം അവധി നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ലോക് ഭവനിലെ ജീവനക്കാർക്കും അത്തരത്തിൽ ഒരു അവധി നിഷേധിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. സദ്ഭരണ ദിന ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാവരും എത്തിച്ചേരണമെന്നാണ് ആ സർക്കുലറിൽ പറഞ്ഞത്. അത് വലിയ രീതിയിൽ വിവാദം ഉയരുന്നു. ഇന്നലെ ക്ലിമിസ് കാത്തോലിക്ക ബാവ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ക്രിസ്മസിന് പകരം ചില ആഘോഷങ്ങൾ നടത്തുവാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ള വിമർശനമടക്കം ഉയർന്നു വരുന്നു. ആ സാഹചര്യത്തിൽ രണ്ടാമത് ലോക് ഭവൻ കൺട്രോളർ ഒരു സർക്കുലർ കൂടി, അല്ലെങ്കിൽ ഒരു വിശദീകരണ കുറിപ്പ് കൂടി ഇറക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ പറഞ്ഞത് സദ്ഭരണ ദിനാഘോഷങ്ങളുടെ ഭാഗമായി എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് ആവശ്യമുള്ളവർക്ക് മാത്രം, ആരെയും നിർബന്ധിക്കുന്നില്ല എന്നുള്ളതാണ് ആ ഒരു വിശദീകരണ കുറിപ്പിൽ പറഞ്ഞത്. വലിയ രീതിയിൽ ഈ ലോക് ഭവനിലെ ജീവനക്കാർക്ക് ക്രിസ്മസ് അവധി നിഷേധിക്കുന്ന ആദ്യ സർക്കുലർ വിവാദമാകുന്ന സാഹചര്യമുണ്ടായി. അതിന് തൊട്ടു പിന്നാലെയാണ് ലോക് ഭവൻ കൺട്രോളർ ഇത്തരത്തിൽ അത് തിരുത്തി ഒരു വിശദീകരണ കുറിപ്പ് നൽകിയത്. എന്തായാലും നിലവിൽ ലോക് ഭവനിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സദ്ഭരണ ദിനാഘോഷം ആഘോഷിക്കുന്നുണ്ട്. അതിൽ ആവശ്യമുള്ളവർ അല്ലെങ്കിൽ താല്പര്യമുള്ളവർ എത്തിയാൽ മതി എന്നുള്ളതാണ് ആ തിരുത്തിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.